അപ്പോൾ ഇത് ഒരുപാട് സന്തോഷത്തോടു കൂടി എല്ലാ താരങ്ങളും നമ്മളുടെ ഇന്നത്തെ ഈ ഒരു മീറ്റിങ്ങിന് വേണ്ടി വന്നുകൊണ്ടിരിക്കുമ്പോൾ കുറച്ച് സമയം എൻ്റെ കൂടെ സ്പെൻഡ് ചെയ്യാനായിട്ട് ഞാൻ ഇങ്ങോട്ട് തിരക്കിൻ്റെ ഇടയിൽ നിന്ന് ഓടി പിടിച്ചുകൊണ്ട് വന്നിരിക്കുകയാണ്. ചേച്ചി നമസ്കാരം. സുഖമായിട്ടിരിക്കണോ? ഭയങ്കര സന്തോഷത്തിലാണെന്ന് എനിക്കറിയാം. എല്ലാവരെയും കാണാൻ പറ്റുക അതൊരു വളരെയധികം നമുക്ക് സന്തോഷമുള്ള ഒരു കാര്യം തന്നെയാണ്. ബിക്കോസ് ദിസ് ഇസ് ദ ഒരു മെയിൻ ഒരു ഇവന്റ് ആണ് നമുക്ക് അമ്മ അസോസിയേഷനിലെ എല്ലാവരെയും ഇത്രയോ വർഷം കഴിഞ്ഞിട്ട് പോലും കാണാൻ സാധിക്കുന്നത്. അവരായിട്ട് കോർഡിനേറ്റ് ചെയ്യുമ്പോൾ അതിന്റെ ഒരു പ്രത്യേക സന്തോഷമുണ്ട്. എന്താണ് പുതിയ ഒരു പിന്നത്തിന്റെ മീറ്റിങ്ങിന് പുതിയ ഒരുപാട് പ്രതീക്ഷകൾ എല്ലാവർക്കും ഉണ്ടാവും. അങ്ങനെ എന്തെങ്കിലും ഒരു പ്രതീക്ഷയായിട്ടാണോ വന്നിട്ടുള്ളത്? എനിക്ക് ആക്ച്വലി അങ്ങോട്ട് പറയാനുള്ള ഒരു ന്യൂസ് ഉണ്ട്. ഞാൻ ബാംഗ്ലൂരിലാണ് താമസിക്കുന്നത് അറിയാം. ഇപ്പൊ ബാംഗ്ലൂർ വിട്ടിട്ട് ഞാൻ കൊച്ചിയിലോട്ടൊക്കെ ഷിഫ്റ്റ് ചെയ്യുവാണ്. അപ്പൊ അത് കുറച്ചുകൂടി എളുപ്പമാണ്. അതെ, എനിക്ക് അതുകൊണ്ട് ബിക്കോസ് ഐ ഡോണ്ട് വാണ്ട് ടു മിസ് എനി ഇവന്റ് ഓൾസോ. ഇനിയിപ്പോ എല്ലാവർക്കും എപ്പോഴും കാണാം. അല്ല, ഞങ്ങൾക്ക് വല്ലപ്പോഴും മാത്രം കാണാൻ പറ്റിയ ആളാണ്. ഇനിയിപ്പോ എപ്പോഴും കാണാം. ഓ, ദാറ്റ് ഇസ് ഗുഡ്. അങ്ങനെ ആണെങ്കിൽ നിങ്ങൾക്ക് അങ്ങനെ തോന്നുന്നുണ്ടെങ്കിൽ ഐ എം ഹാപ്പി. തീർച്ചയായിട്ടും അങ്ങനെ തന്നെയാണ്. അതെന്താണ് അങ്ങനെ ഒരു സംസാരം നമുക്ക് എപ്പോഴും കാണാൻ ഇഷ്ടമുള്ള ഒരാളാണ്. താങ്ക് യു സോ മച്ച്. എല്ലാവർക്കും കൂടെ ഒരു അടിപൊളി ന്യൂസ് കൊടുക്കാനും കൂടെ വേണ്ടിയിട്ടാണ് ചേച്ചി ഇന്ന് വന്നിട്ടുള്ളത്. നമ്മളുടെ ഇപ്പോഴത്തെ ഈ കമ്മിറ്റി തന്നെ തുടരണമെന്നാണോ അതോ അതിനെക്കുറിച്ച് എന്തെങ്കിലും പറയാനായിട്ട് ആഗ്രഹിക്കുന്നുണ്ടോ? ഐ തിങ്ക് ഇവർ വളരെ എന്റർപ്രൈസിങ് ആയിട്ടാണ് എനിക്ക് തോന്നുന്നത്. അവർ വളരെയധികം അതിനു വേണ്ടി ഇൻട്രസ്റ്റ് എടുത്ത് ആൾക്കാരെ വിളിച്ച് പേഴ്സണലി നമുക്കൊരു ഇൻവൈറ്റ് പോലെയൊക്കെ ഉണ്ടാവാറുണ്ട്. സോ ഇറ്റ് ഈസ് റിയലി ഗുഡ്. യു ഫീൽ നൈസ്. അപ്പം നല്ല എഫേർട്ട് എടുക്കുന്നുണ്ട് ശരിക്കും. അപ്പം അടിപൊളിയായിട്ട് തന്നെ മുന്നോട്ട് പോകട്ടെ. തിരക്കിനിടയിൽ ഓടി വന്നതിൽ ഒരുപാട് സന്തോഷം. താങ്ക് യു സോ മച്ച്. താങ്ക് യു. മോളും ഹസ്ബൻഡും ഒക്കെ എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു. അപ്പം അടുത്ത ജനറൽ ബോഡി കൂടാണ്. എന്താണ് എക്സൈറ്റ്മെന്റ്? ഇല്ല, എക്സൈറ്റ്മെന്റ് ഈ പറഞ്ഞ പോലെ തന്നെ കഴിഞ്ഞ ഇത് ഫാമിലി മീറ്റ് ഉണ്ടായിരുന്നെങ്കിൽ പോലും എല്ലാവരും കാണാന്നുള്ളതാണ് ഫസ്റ്റ് എക്സൈറ്റ്മെന്റ്. പിന്നെ ഇതിൽ എന്തൊക്കെയാണ് തീരുമാനങ്ങൾ നമുക്ക് കണ്ടറിയാം. എങ്കിലും ഒരു എലക്ഷൻ അല്ലെങ്കിൽ ആ ഒരു പ്രൊസീജിയർ മാറ്റി നിർത്തിയാൽ നിങ്ങളുടെ ഒരു മീറ്റപ്പാണിത്. അപ്പം ഫ്രണ്ട്സിനെയൊക്കെ കണ്ടോ? കണ്ടുകൊണ്ടിരിക്കണം എല്ലാവരും. ഇതിപ്പം ജനറൽ ബോഡി കൂടിയത് തൊട്ട് അതുപോലെ തന്നെ ഫാമിലി മീറ്റപ്പ് തൊട്ട് എല്ലാം നമ്മുടെ അഡോക് കമ്മിറ്റിയാണ് ഹാൻഡിൽ ചെയ്ത് പോകുന്നത്. ഒരുപാട് കാര്യങ്ങൾ അവർ ചെയ്തു. അപ്പം അതിനെ എങ്ങനെ വിലയിരുത്തുന്നു? അല്ല, അതന്നെ പറഞ്ഞു, എന്തൊരു പ്രതിസന്ധി ഉണ്ടായാലും നമ്മളിങ്ങനെ ചേർത്ത് നിർത്തുന്ന ആൾക്കാരാണ്. അപ്പം അതുകൊണ്ട് തന്നെ അതിൽ വിലയിരുത്താനുള്ള ഇതായിട്ടുണ്ടോ എന്ന് എനിക്കറിയില്ല. ബട്ട് എവറിത്തിങ് ഇസ് ഫോർ എ ഗുഡ് എന്ന് പറയില്ല. അപ്പോൾ ഇവർ ഈ ഒരു കമ്മിറ്റി നല്ല സ്ട്രോങ് ആയിട്ടാണ് മുൻപോട്ട് പോകുന്നത്. ഓക്കെ, അത് അങ്ങനെ തന്നെ ആവട്ടെ. താങ്ക് യു സോ മച്ച്. ഇന്ന് ഭയങ്കര സന്തോഷവും എക്സൈറ്റ്മെന്റും ഒക്കെ കൂടെയുള്ള ഒരു ദിവസമാണ് അല്ലെ? എല്ലാവരെയും കാണുന്നതിന്റെ ഒരു സന്തോഷമുണ്ട്. കാണുന്നത് മാത്രമല്ല, ശരിക്കും പറഞ്ഞാൽ ഈ ഒരു കൂട്ടായ്മ എന്ന് പറയുമ്പോൾ നമ്മൾ ആൾക്കാരെ കണ്ടു കഴിഞ്ഞാൽ പെട്ടെന്ന് മിന്നി മറഞ്ഞു പോവുകയാണ്. പിന്നെ നമ്മൾ അടുത്ത ആളെ കയറി പിടിക്കുകയാണ്. അപ്പം അങ്ങനെ വരുമ്പോഴേക്ക് ഈ 100-300 പേര് കൂടുന്ന ഒരു സ്ഥലം നമ്മളെ സംബന്ധിച്ച് ഒരു ഉത്സവമാണ്, ഒരു ആഘോഷമാണ്. അപ്പോൾ അത് ഞങ്ങൾ ഉറ്റുനോക്കുന്നത് എപ്പോഴും നമ്മളിങ്ങനെ മനസ്സിൽ കാണും. ശരി, ജൂണിൽ 4th സൺഡേ അതെല്ലാവരുടെ മനസ്സിൽ കുറിച്ചിട്ടിരിക്കും. ആ ദിവസം ഇവിടെ വരിക, ആസ്വദിക്കുക. അന്നത്തെ ദിവസം വേറെ ഒന്നും ചിന്തിക്കുന്നില്ല. ഷൂട്ടിംഗ് ഇല്ല, കുടുംബകാര്യമില്ല, ഒന്നുമില്ല. ഈ കുടുംബത്തിന്റെ കാര്യങ്ങൾ മാത്രം, അമ്മ കുടുംബത്തിന്റെ കാര്യം മാത്രമേ ഉള്ളൂ. അപ്പൊ ഒരു പുതിയ നമുക്കറിയാം, ഒരു പ്രതിസന്ധിയിലൂടെ നമ്മുടെ അമ്മ കടന്നുപോയി. ആ സമയത്ത് നമ്മൾ ചേർത്ത് വെച്ച് ഒരു കുടുംബസംഗമം നടത്തിയതിനു ശേഷം വീണ്ടും എല്ലാവരും കണ്ടുമുട്ടുകയാണ് ഇന്നത്തെ ഈ ഒരു ദിവസം. അപ്പം അതിനെങ്ങനെ നോക്കി കാണുന്നത്? കാരണം വേണ്ട, ആവശ്യമില്ല, അതിന്റെ ആവശ്യമില്ല. അമ്മയുണ്ടോ ഇപ്പോ? ഞാൻ പറഞ്ഞു അമ്മ ഉണ്ട്, നല്ല സ്ട്രോങ് ആയിട്ട് തന്നെ ഉണ്ട്. നിങ്ങൾക്ക് അവിടെ കമ്മിറ്റി ഒന്നുമില്ല, പ്രസിഡന്റൊക്കെ പോയി എന്നൊക്കെ പറഞ്ഞു. കേൾക്കുന്ന ന്യൂസൊന്നും അല്ല. ഞങ്ങൾ കുടുംബക്കാർ, ഞങ്ങളിവിടെ കുടുംബ സമ്മേളനം നടക്കുന്നു, കുടുംബാഘോഷം നടക്കുന്നു, ഞങ്ങളുടെ ഈ ജനറൽ ബോഡി വരാൻ പോകുന്നു. അപ്പൊ അങ്ങനെ വരുമ്പോഴേക്കുണ്ട് നമ്മൾ തന്നെ പറഞ്ഞ് പോസിറ്റീവ് ആക്കുക. അതുകൊണ്ട് ആ പ്രതിസന്ധി എന്നുള്ള വാക്ക് ഞാൻ എവിടെ കേൾക്കുന്നു ഞാൻ അവിടെ കറക്റ്റ് ചെയ്യും. അപ്പൊ അത് നമ്മളെ കംപ്ലീറ്റ് ഡിക്ഷണറി നമ്മളങ്ങ്, ബിക്കോസ് അതിന്റെ ആവശ്യമില്ല. അങ്ങനെ കുറെ ചോദ്യങ്ങളൊക്കെ വന്ന സമയത്ത് നമ്മൾ ആ ഒരു നമ്മുടെ ടൈഡ് അവേ ദ ടൈം എന്നൊക്കെ പറയും. അത് ടൈഡ് അവേ ദ ടൈം അമ്മയും മറന്നു, അമ്മയെ കുറ്റം പറയുന്നതും മറന്നു. അതായിരുന്നല്ലോ മെയിൻ ഉദ്ദേശം. അതൊക്കെ പോയി, എല്ലാം പോയി. സന്തോഷമാണ്. ഇതേ കണ്ടില്ല, വലിയ ആഘോഷം എല്ലാവരും, ഇത്രയും ആൾക്കാരല്ലേ. ഇനി വേണം അവരൊക്കെ പോയി കണ്ട് ഹലോ പറയണം. അപ്പൊ കുറച്ച് സമയം ഞങ്ങൾക്ക് വേണ്ടി മാറ്റി വെച്ചതില് ഒരു ദിവസത്തെ ഒരു ബന്ധമൊക്കെ ആയിരിക്കും ചിലരായിട്ടുള്ളത്. പക്ഷെ അന്നത്തെ ആ ബന്ധം കഴിഞ്ഞ് പിന്നെ കാണുന്നത് ഇവിടെയാണ്. അപ്പൊ അങ്ങനെ കാണുമ്പോൾ മനസ്സിനകത്ത് വലിയൊരു താരം ചെറിയൊരു താരം എന്നൊരു വ്യത്യാസവും ഇല്ല. എല്ലാവരും വന്നു കഴിഞ്ഞാൽ ഉടനെ ആദ്യം തന്നെ കൈ തരിക എന്ന് പറയാം. ആ കൈ തരുന്നതിന്റെ വാമത്താണ്. കാരണം അവിടെ അദ്ദേഹം വലിയ മന്ത്രിയാണ്, സൂപ്പർ സ്റ്റാറാണ്, എല്ലാമാണ്. എന്നാൽ പോലും ഇവിടെ വരുമ്പോ അതല്ല, എല്ലാവരും ഒരുപോലെ
സുരേഷ് ഏട്ടനാണ്. അതെ അതെ. അപ്പൊ ഒരുപാട് സന്തോഷം കുറച്ച് ഇത്രയും തിരക്കിനിടയിൽ കുറച്ച് സമയം മാറ്റിവെച്ചത്. ഏറ്റവും അധികം കാണാൻ ആഗ്രഹിക്കുന്നത് നമ്മുടെ പ്രിയപ്പെട്ട, ഞാൻ മോഹൻലാലിനെ വിളിക്കുന്നു, ലാലിനെ വിളിക്കുന്നു, ലാലേട്ടനെ. എല്ലാവർക്കും ഇവരൊക്കെ ഇവിടെ വരുന്ന ലാലേട്ടനെ കാണുക, മമ്മൂക്കയെ കാണുക, സുരേഷ് ഗോപിയെ കാണുക, ബാക്കി എല്ലാ താരങ്ങളെയും ഒന്ന് പോയി കണ്ടിട്ട് വരും. താങ്ക് യു സർ, താങ്ക് യു വെരി മച്ച്. കാറ് വേണോ, ഗോൾഡ് കോയിൻ വേണോ, എന്താണ്? ഗോൾഡ് കോയിൻ വെച്ച ഒരു ബൈക്ക് ആയാലോ? ആയിക്കോട്ടെ, സൂപ്പർ ആയിരിക്കും. അതെ അതെ അതെ, ഗോൾഡ് കളറിലൊരു ബൈക്ക് ആയാലോ? എനിക്ക് ഗോൾഡ് ഇഷ്ടം, ഗോൾഡ് കളർ ഇഷ്ടം. ഓക്കെ, അപ്പൊ ചേച്ചി ഭയങ്കര സന്തോഷം. എന്നാണ് വിശേഷം? വിശേഷമൊന്നുമില്ല, നല്ല വിശേഷം. ഇങ്ങനെയുള്ള ഗ്യാതറിങ്ങിനൊക്കെ വരുന്നത് നമ്മൾക്ക് ഒരുപാട് ആൾക്കാരെ കണ്ടിട്ട് കുറെ നാളുകളായി കാണും, അവരെയൊക്കെ കാണാം, അതിന്റെ ഒരു സന്തോഷം. 31 വർഷമായി ജനറൽ ബോഡി മീറ്റിങ്ങുകള് കാര്യങ്ങളൊക്കെ. അപ്പം ഇത്രയും വർഷം എപ്പോഴേലും മിസ്സായിട്ടുണ്ടോ? ചില സമയങ്ങളിൽ മിസ്സാവും. കാരണം ഔട്ട് ഓഫ് ഇന്ത്യ ഒക്കെ ചില ഫംഗ്ഷൻസിനൊക്കെ വിളിക്കുമ്പോൾ നമ്മൾ പോകുമ്പോഴായിരിക്കും കറക്റ്റായിട്ട് ഇത് വരുന്നത്. അപ്പൊ ഞാൻ അറിയിക്കും, ഞാനിങ്ങനെ പോവാണ് എന്ന് പറഞ്ഞ് അറിയിക്കും. അങ്ങനെ എവിടെയെങ്കിലും ഇങ്ങനെയൊക്കെ വരാനും ആൾക്കാരെയൊക്കെ കാണുമ്പോൾ അതൊരു സന്തോഷം. അപ്പം ആരെ കാണാൻ വളരെയധികം വെയിറ്റ് ചെയ്യണം? അങ്ങനെയൊന്നുമില്ല. അങ്ങനെ ഒരാളിനോട് ഒരു പ്രത്യേകതയില്ല. എല്ലാരെയും ഇഷ്ടമാണ്. പിന്നെ നമ്മളെ എല്ലാവർക്കും ഇഷ്ടപ്പെടണം എന്നില്ല, നമുക്കും എല്ലാരെയും ഇഷ്ടപ്പെടണമെന്നില്ല. എങ്കിലും ഒരു അസോസിയേഷൻ എന്നുള്ള ഇത് വരുമ്പോൾ നമ്മുടെ സിനിമയിലുള്ള ആൾക്കാർ, നമ്മുടെ സിനിമ എന്ന് പറയുമ്പോൾ നമ്മുടെ രണ്ടാമത്തെ കുടുംബമല്ലേ, സ്വന്തം കുടുംബം കഴിഞ്ഞിട്ടുള്ളത്. അപ്പൊ അതിലുള്ള ആൾക്കാരെല്ലാരെയും കാണുന്നതിലൊരു സന്തോഷം. അപ്പൊ തമിഴിലേക്ക് മാത്രം കോൺസെൻട്രേറ്റ് ചെയ്യാം? അങ്ങനെയൊന്നുമല്ല, ഏത് ഭാഷയാണെങ്കിലും മലയാളം, തമിഴ്, തെലുഗു, കന്നഡ എല്ലാം ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. മലയാളം വിളിച്ചാൽ വരും, ഇല്ലെങ്കിൽ വേറെ ലാംഗ്വേജ് ചെയ്യും, അത്രേ ഉള്ളൂ. ഒരു സർപ്രൈസ് ഉണ്ട് ചേച്ചി കണ്ടപ്പോ എനിക്കതൊന്ന് പറയണമെന്ന് തോന്നി. ചേച്ചി നമ്മുടെ പ്രിയപ്പെട്ട ജഗദീഷ് ചേട്ടൻ ഇന്ന് ഇവിടെ വരുന്നുണ്ട്, അത് ചേച്ചി അറിഞ്ഞോ? ആര്? ജഗദീഷ് ശ്രീകുമാർ വരുന്നുണ്ടോ? ദാറ്റ്സ് നൈസ്. അപ്പൊ നിങ്ങളൊക്കെ കാണാൻ വേണ്ടി ആളെ വരുന്നുണ്ട്. ആളെ കാണൂ. നിങ്ങൾ തമ്മിലുള്ള ഒരു ഓർമ്മ എങ്ങനെയായിരിക്കും? ഞങ്ങള് ചേക്കേറാനൊരു ചില്ലയൊക്കെ വർക്ക് ചെയ്തിട്ടുണ്ട്. അമ്പിളിച്ചേട്ടനെ ഇഷ്ടം, ആർക്കാ ഇഷ്ടമല്ല? അമ്പിളിച്ചേട്ടനെ ഇഷ്ടമല്ലാത്ത ഒരു ജീവി ഈ ലോകത്തുണ്ടാവില്ല. അതുകൊണ്ട് അമ്പിളിച്ചേട്ടൻ വരുന്നത് ഭയങ്കര സർപ്രൈസ് ആണല്ലോ. അപ്പൊ നല്ല കാര്യം. ഓക്കെ, അപ്പൊ നമുക്ക് കാണാൻ ഞങ്ങൾ ഇവിടെ ഉണ്ട്. ശരി, താങ്ക് യു സോ മച്ച്. ശരി. മൈജി വീട്ടിലൊരു വാഷിംഗ് മെഷീൻ എന്ന പദ്ധതിയുമായി മുന്നിട്ടിറങ്ങിയിരിക്കുന്നു. ഈ പദ്ധതി പ്രയോജനപ്പെടുത്താൻ അടുത്തുള്ള മൈജി ഫ്യൂച്ചർ സ്റ്റോറിലെത്തൂ. മൈജി ഫ്യൂച്ചർ, എക്സ്പീരിയൻസ് ദ നെക്സ്റ്റ്. പൂവ് പോലൊരു പുട്ടുണ്ടേ അജ്മിയുടെ പുട്ടും. വിളമ്പാം നല്ല വിശേഷം. അജ്മി സ്റ്റീം മെയ്ഡ് പുട്ടുപൊടി. ഇത്തവണയും ബില്ലൊന്നുമില്ല. ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം, അടുത്ത മാസം നമുക്കും വേണം സോൾ സ്റ്റെല്ലറിന്റെ സോളാർ. സോൾ സ്റ്റെല്ലർ പ്രൈവറ്റ് ലിമിറ്റഡ്. House of Sarees by Maharani Wedding Collections, Todupuzha.